രവിയുടെ അഭിപ്രായത്തിൽ ഭൂമിയിൽ 3000 തരം മണ്ണിരകളാണ് ഉള്ളത്. ഇവയിലെല്ലാം തന്നെ കർഷകരുടെ ആത്മമിത്രങ്ങൾ തന്നെ. മണ്ണിരകൾ മണ്ണിൽ തുളകൾ ഉണ്ടാക്കുന്നതിനാൽ അതുവഴി മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. മണ്ണിൽ വായുസഞ്ചാരം 10 മടങ്ങ് വർദ്ധിക്കുവാനും ഈ തുളകൾ കാരണമാകുന്നുണ്ട്. അതുവഴി വേരുകൾക്ക് ആവശ്യത്തിനുള്ള വായു ലഭിക്കുന്നു. മരത്തിൻ്റെ വളർച്ചയുടെ വേഗത ഏറുകയും ചെയ്യും. മഴക്കാലത്ത് ന്യൂട്രിയനുകൾ മണ്ണിലേക്ക് ഒലിച്ചിറങ്ങിപ്പോകുന്നത് സാധാരണമാണ്. ഇത് മേൽമണ്ണിനും സസ്യങ്ങൾക്കും വളരെ ദോഷകരമാണ്. മണ്ണിര അപ്പോൾ ഒരു രക്ഷകനെ പോലെ എത്തുന്നു. മണ്ണിലേക്ക് ഇറങ്ങിച്ചെന്ന് മണ്ണ് വിഴുങ്ങി മുകളിൽ വരുന്നു. മണ്ണിര മണ്ണിന് മുകളിൽ മാത്രമേ വിസർജിക്കുകയുള്ളൂ. വീണ്ടും സസ്യങ്ങൾക്ക് വേണ്ട ആഹാരം ലഭിക്കുന്നു. മണ്ണിര ചെയ്തു വരുന്നത് ഒരു നിശബ്ദ വിപ്ലവമാണ്, ആഴമേറിയ വിപ്ലവം. മണ്ണിരയുടെ വിസർജ്യമാണ് വെർമി കമ്പോസ്റ്റ് അഥവാ മണ്ണിരവാളം എന്നറിയപ്പെടുന്നത്. മണ്ണും അഴുകിയ പദാർത്ഥങ്ങളുമാണ് മണ്ണിരയുടെ ആഹാരം. അതിനാൽ 30 ദിവസമെങ്കിലും അഴുകിയ ചപ്പുചവറുകളാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുവാനായി മണ്ണിരയ്ക്ക് കൊടുക്കുന്നത്. ഈ 30 ദിവസത്തിനുള്ളിൽ ആവശ്യത്തിന് ബാക്ടീരിയ പ്രതിപ്രവർത്തനങ്ങൾ ഇവയിൽ നടന്നു കഴിഞ്ഞിരിക്കും. മണ്ണിര വിസർജിക്കുന്ന ഒരു യൂണിറ്റ് കമ്പോസ്റ്റിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയുടെ അളവ് 6:7:11 എന്നതാണ്. അതായത് മണ്ണിരയ്ക്ക് ആഹാരമാകുന്ന ഒരു വസ്തു വിസർജ്യമായി പുറത്തു വരുമ്പോൾ അത് 6 മുതൽ 11 ഇരട്ടി വരെ ഫലഭൂയിഷ്ടമുള്ളതായിരിക്കുമെന്ന് സാരം. ബെഡിലെ മണ്ണിരകളുടെ എണ്ണം വളരെ വേഗമാണ് വർദ്ധിക്കുന്നത്. എത്ര വേണമെങ്കിലും പുഴുക്കളെ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുവാൻ രവിക്ക് സാധിക്കുന്നു. 1 കിലോ അളന്നെടുത്താൽ ഏതാണ്ട് 600 മുതൽ 700 മണ്ണിര കാണും. വലിപ്പമനുസരിച്ച് അളവിൽ വ്യത്യാസം വന്നേക്കാമെങ്കിലും തീരെ ചെറുതാണെങ്കിൽ പോലും 1200-ൽ കൂടില്ല. 1 കിലോ മണ്ണിരയ്ക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് വില 350 രൂപയാണ്. ഒരു മാസം ശരാശരി 125 മുതൽ 150 കിലോ വരെ മണ്ണിരയെ രവി വിറ്റുവരുന്നു. അതായത് ഏതാണ്ട് 50,000 രൂപയാണ് മാസവരുമാനം. ചെലവോ വെള്ളവും പണിക്കൂലിയും ചാണകവും ഒക്കെ ചേർത്ത് 5000-ൽ താഴെയും. വേപ്പുമരത്തിന് ചുറ്റും മാത്രമല്ല രവിയുടെ മണ്ണിര ഹാച്ചറിയുള്ളത്. മണ്ണിരയ്ക്കുള്ള വീട് 3 പ്രകാരമാണ് രവി തയ്യാറാക്കുന്നത്. തുറന്ന പ്രദേശത്ത് മരങ്ങളുടെയും ചെറുചെടികളുടെയും തണലിൽ നിലത്ത് ബെഡുണ്ടാക്കി കൃഷി ചെയ്യുകയാണ് ഒരു രീതി. മുകളിലും 4 ചുറ്റിലും ഓല കെട്ടിമറച്ച ഷെഡുകളിലും മണ്ണിരകളെ വളർത്താവുന്നതാണ്. സിമന്റ് ടാങ്കുകൾ കെട്ടി അതിൽ ബെഡ് നിരത്തി മണ്ണിരയ്ക്ക് വീടുണ്ടാക്കുന്നതാണ് 3ാമത്തെ രീതി. താരതമ്യേന വെള്ളം കുറച്ച് മാത്രം മതിയെന്നതാണ് ഇതിൻ്റെ ഗുണം. ശൈലി ഏതായാലും മണ്ണിരകൾക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ബെഡിന് മുകളിൽ പഴയ ചാക്കുകൾ വിരിച്ചിട്ടാൽ സദാ ഈർപ്പം നിലനിൽക്കുമെന്ന ഗുണവുമുണ്ട്. മാത്രമല്ല നീളൻ ചുണ്ടുകളുള്ള പക്ഷികളിൽ നിന്ന് മണ്ണിരകളെ രക്ഷിക്കാനുമാകും. ഈ 3 രീതികളും അവലംബിച്ച് ധാരാളം മണ്ണിരകളെ ഇവിടെ വളർത്തിയെടുക്കുന്നുണ്ട്. സെമിനാറുകളും ക്ലാസുകളുമൊക്കെയായി ഇവയെ ശുശ്രൂഷിക്കാൻ രവിക്ക് തീരെ സമയം കിട്ടാറില്ല. ഭാര്യ നിർമ്മല ഭർത്താവിൻ്റെ തിരക്കുകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു. അവരാണ് മണ്ണിരയുടെ മുഴുവൻ സമയ സംരക്ഷക. യഥാസമയം തീറ്റ, തണൽ, വെള്ളം എന്നിവയൊക്കെ നിർമ്മല കൃത്യമായി ചെയ്തു വരുന്നു. ഫാമിലിയിൽ நானும் ஒய்ஃப் இருக்குங்க, ஒரு பொண்ணு இருக்குது. அந்த பொண்ணு இப்போ +2 முடிச்சுட்டு ஆர்கானிக் ஃபார்மிங் இது பிஎஸ்சி பண்ணுறப்படி அக்ரி பண்ணிவிட்டு ஆர்கானிக் ஃபார்மிங் பற்றி படிக்க வைக்கலான்னு. ഏക മകൾ കാർത്തിയും പിതാവിൻ്റെ മേഖലയിൽ തന്നെ. കാർഷിക ശാസ്ത്രം മുഖ്യ വിഷയമായെടുത്ത കാർത്തി ഇത്തവണത്തെ ഇൻ്റർമീഡിയറ്റ് പരീക്ഷയിൽ ഈ വിഷയത്തിലെ 3ാം റാങ്കുകാരിയാണ്. ഇപ്പോൾ ഓർഗാനിക് ഫാമിങ്ങിൽ BSc ചെയ്യുകയാണ് ഈ മിടുക്കി. മുഴുവൻ സമയ കർഷകരായ ഈ 3 അംഗ കുടുംബം ഇന്ന് അങ്ങേയറ്റം സംതൃപ്തിയിലാണ്. ആവശ്യക്കാർ നേരിട്ടോ ഫോണിലോ ആണ് മണ്ണിരയുടെ ഡിമാൻഡ് നൽകുന്നത്. 1 കിലോ മുതൽ 150-200 കിലോ വരെ ഒരുമിച്ച് വാങ്ങുന്നവരുമുണ്ട്.
ബെഡിൻ്റെ മുകളിലുള്ള ഗ്രാനുൾ രൂപത്തിലുള്ള കമ്പോസ്റ്റ് ആദ്യം എടുത്ത് മാറ്റിവെക്കുന്നു. പിന്നീട് മണ്ണിരകളെ പെറുക്കിയെടുക്കുന്ന ജോലിയായി. തന്നെയും പിന്നെയും തിരിഞ്ഞ് അവസാന ഞാഞ്ഞൂലിനെ വരെ കണ്ട് ശേഖരിക്കും. ഇതിനായി സ്ത്രീ തൊഴിലാളികളുണ്ടാകും. ശേഖരിക്കുന്ന മണ്ണിരകളെ കൂട്ടത്തോടെ തറയിലിടും. പിന്നീട് തൂക്കി അളവ് തിട്ടപ്പെടുത്തി കാർഡ്ബോർഡ് കൂടുകളിൽ പാക്ക് ചെയ്യും. രവിയുടെ ഭാര്യയാണ് ഈ പണികളിൽ കൂടുതൽ വിദഗ്ധ. പാക്ക് ചെയ്ത ഈ മണ്ണിരകളെ ആവശ്യക്കാർക്ക് അവരുടെ സ്ഥലത്ത് കൊണ്ടു ചെന്നെത്തിക്കുന്നത് രവി തന്നെയാണ്. തൻ്റെ മക്കളെ പുതിയ വീട്ടിൽ കൊണ്ടു ചെല്ലുമ്പോൾ കൂടെ താൻ ഉണ്ടാവണമെന്ന് ഈ കർഷകൻ ആഗ്രഹിക്കുന്നു. ദൂരെയുള്ള കർഷകർക്ക് മണ്ണിരയെ കൊറിയർ വഴി അയക്കുന്ന സംവിധാനവുമുണ്ട്. பெங்களூரு மெட்ராஸ் எல்லாம் கொரியரும் கூட பண்ணுவேன். அதுக்கு தகுந்த மாதிரி பீஸ் எடுத்து செலெக்ஷன் பண்ணி அனுப்புவாங்க. கொடுக்கையில் வந்து அதுக்கான உள்ள சாப்பாடு ஃபீடு எல்லாமே വെച്ച് കൊടുക്കും. യാത്രയ്ക്കെടുക്കുന്ന കാലാവധി പരിഗണിച്ച് വേണ്ടത്ര തീറ്റയും മണ്ണിരകൾക്കൊപ്പം ചേർത്താണ് കൊറിയറിന് വേണ്ട പാക്കറ്റ് തയ്യാറാക്കുന്നത് എന്ന് മാത്രം. സപ്ലൈ ചെയ്ത മണ്ണിര ചത്തുപോയാൽ പകരം പുതിയ മണ്ണിരകളെ കൊടുക്കുന്നുമുണ്ട്. ഇതിനൊക്കെ പുറമെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കർഷകർക്ക് 250 രൂപയ്ക്ക് രവി മണ്ണിര എത്തിച്ചു കൊടുക്കുന്നുണ്ട്. രവിയുടെ ഹാച്ചറിയിൽ കമ്പോസ്റ്റ് മാത്രമല്ല വെർമി വാഷും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മണ്ണിര ഹാച്ചറിയിൽ നിന്ന് ഊറി വരുന്ന ദ്രാവകമാണിത്. ഇതിൽ കൃഷിയുടെ വളർച്ചയ്ക്ക് സഹായകമായ പല ജീവകങ്ങളുമുണ്ട്. വെർമി വാഷും വിൽപ്പനയ്ക്കുള്ള വിഭവമാണ്. ഒരു ആയുസ്സിൽ തന്നെ പല ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്ന വ്യക്തിയാണ് ഈ കർഷകൻ. തമാശയ്ക്കെങ്കിലും മണ്ണിര രവിയെന്ന് വിളിക്കപ്പെടുന്ന ഇയാൾ ഒരു ബൃഹത് സന്ദേശം തൻ്റെ പുഞ്ചിരിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. താനും തൻ്റെ മണ്ണിരകളും ഒരേ ആത്മാവ് പേറുന്നവരാണെന്ന് രവി പറയുന്നത് വെറുതെയല്ല, നെഞ്ചിൽ തട്ടിയാണ്. അറിവിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ സഞ്ചരിച്ച ഒരു പകലിന് ശേഷം രവിയോട് യാത്ര പറഞ്ഞ് സത്യമംഗലത്തു നിന്നും ഹരിതഭാരതം മടങ്ങുകയായി. പടർന്നു പന്തലിച്ച മരങ്ങളെയും കോടിക്കണക്കിന് മണ്ണിരകളെയും ഇനിയും ഒരിക്കൽ കാണാനെത്താമെന്ന ശുഭപ്രതീക്ഷയോടെ.